നമ്മുടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ മെമ്പർമാരൊക്കെ ആയിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ വയനാട്ടിലുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഫ്രഷപ്പായി വണ്ടി കയറിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ, അതായത് നമ്മുടെ ഇവിടെ ഉള്ള ഈ നാട്ടിലുള്ള നമ്മുടെ സുഹൃത്തുക്കള് രണ്ടുപേരും നമ്മുടെ ഒരു അടിപൊളി സ്പോട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ സ്പോട്ടിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇപ്പൊ എല്ലാവരുമായിട്ട് വണ്ടിയായിട്ട്. സീക്രട്ട് പ്ലേസ്, അതിന് ആ സ്ഥലത്തിന് പേരില്ലല്ലേ, ടൂറിസ്റ്റ് പ്ലേസ് അല്ല അത് ഒന്നത്തെ കാര്യം. അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി മറ്റേ ഇവനെ പോലെ ആകുമോ, മറ്റേ കുഴി വീണ പോലെ മറ്റേ കഥയുണ്ടല്ലോ, എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. മറ്റേ മഞ്ഞുവൽ ബോയ്സ് പോലെ ആവുക. അതെ, ഇതിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. എന്തായാലും തുള്ളലൊന്നും ഇല്ല, എല്ലാം ശാന്തമായിട്ടാണ് ഇരിക്കുന്നത്. ഭക്ഷണം കഴിച്ചാലും ശാന്തത. ഓക്കെ. ആ സ്ഥലത്തിന്റെ പേര് എനിക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. എന്നാലും അങ്ങോട്ട് പോവാ. അവന്മാരെന്തായാലും ഫ്രണ്ടേ പോയിട്ടുണ്ട്. കയറിക്കൊണ്ടിരിക്കുന്നത് വണ്ടിയോടെ ഒതുക്കി. ഇത് കറക്റ്റ് പറഞ്ഞ ഇത് ടൂറിസ്റ്റ് പ്ലേസ് അല്ല, ഇത് കറക്റ്റ് പറഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ ആണ്. ഫോറസ്റ്റ് ഏരിയയിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ റിസ്ക്കും നമ്മുടെ റിസ്കിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ഇവിടുത്തെ കൂട്ടുകാരൻ, നമ്മുടെ ഈ നാട്ടില്ല, വയനാട്ടിലെ നാട്ടുകാരനാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ വന്ന് നോക്കി നോക്കിയേ മൊബൈൽ പറഞ്ഞതേ ഉള്ളു. ഡേഞ്ചർ ആയിട്ടുള്ള വഴി. എൻ്റെ കുറേ ആൾക്കാർ ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. വഴി എങ്ങനെയാന്ന്, ഇത്ര റിസ്കി ആയിട്ടുള്ള വഴിയെ. കണ്ണൊക്കെ നോക്കി, കമ്പൊക്കെ ഇരിക്കുവാണേ. വളരെ റിസ്കി ആയിട്ടുള്ള വഴിയാ. സൂക്ഷിച്ചു കേട്ടാ, പറഞ്ഞിട്ടില്ല, പുലിയെ ആന എല്ലാം ഉണ്ട് കേട്ടാ. അലമ്പൊന്നും ഉണ്ടാക്കരുത്. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മുടെ റിസ്കിലാണ്. ഈ പൈപ്പിൽ നല്ല തണുപ്പല്ലോ, കണ്ടിന്യൂട്ടല്ലേ. ഓക്കെ, നോക്കിക്കേറേ. കയറി കയറുക. നോക്കി വാ. പല സ്ഥലത്തും ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസുകളിലും വന്നിട്ടുണ്ടെങ്കിലും അങ്ങോട്ടോ ഇതിനങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല. അവിടെ ഭയങ്കര ആഴ്ചയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. അവിടെ ഭയങ്കര കുഴി കണ്ടോ, അപകടം പിടിച്ച ഏരിയ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നില്ല നമ്മള്. കുക്കു കയറണ്ടായിരുന്നില്ല, നിങ്ങൾ കൈ പിടിച്ച് കയറേ. കുഴപ്പമില്ല, നല്ല കാര്യം. ആരെയാ? കറക്റ്റ് കാണാ. ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ. സൂക്ഷിച്ചു കേട്ടോ, കണ്ടത് കണ്ടോ, ഇടിഞ്ഞു പോലെ കേട്ടാ. കണ്ണൂരിന് മറ്റേ അവരൊന്നും വരാതെ നല്ല കാര്യം. കേറാൻ പറ്റാത്തവര് കേറണ്ട കേട്ടാ, തിരിച്ചു നോക്കോ. കറക്റ്റ് കാണണ്ട അകത്തോടെയാണ് പോകുന്ന. പിന്നെ വീഡിയോയിൽ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ കാണുന്ന പോലെ അല്ല, ശരിക്കും കുത്തനെയുള്ള ഇറക്കവുമാണ്, ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഇറക്കമാണ്. ഇതൊക്കെ തന്നെ വേണ്ട ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആക്കാത്തതിന്റെ മെയിൻ കാര്യം. അത് പറഞ്ഞ മനസ്സിലായി, ആരും വരാത്ത കാലാന്ന് മനസ്സിലായി. എവിടെ നോക്കി വേട്ടാ, നീ ഗുഹയിലൊക്കെ നോക്കിയോ, പുലിയ എല്ലാം എന്തിലൊക്കെ ഉണ്ടാന്നൊക്കെ നോക്ക്. പക്ഷെ ഇവിടെ നമ്മളല്ല, വേറെ ആൾക്കാരൊക്കെ ഇതിലെ വന്നു പോകുന്നുണ്ട്. ഇവിടെ മഞ്ഞുമൽ ബോയ്സിലെ കല്ലൊക്കെയാണല്ലോ ഇരിക്കുന്നത്. ഇതൊക്കെ സത്യമായിട്ട് ഇതൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് ആക്കണം. പക്ഷെ എന്താ ഈ ടൂറിസ്റ്റിന് കൊടുക്കാത്തതിന്റെ ഇത് റിസ്കിയാണ് ഇവിടുത്തെ. പിന്നെ വളരെ റിസ്കി ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ അങ്ങനെ താഴത്ത് എത്തി, ഏറ്റവും ടോപ്പിൽ നിന്ന് ഇങ്ങനെ കറങ്ങി അണ്ടർ പാസ് ചെയ്ത് ഇവിടുത്തെ കല്ലൊക്കെ നോക്കി എങ്ങനത്തെ മറ്റേ റൗണ്ട് കല്ല്. ഗുഡ്, നല്ല പ്ലേസ്. ഫസ്റ്റ് ടൈം പക്ഷെ ഇങ്ങനെ വരുന്നത്. ചടിച്ചോ അമ്മേ. വീഡിയോ ഓൺ ആണ് കേട്ടാ. അങ്ങോട്ട് പോവാ. ഈ വൈബ് കിട്ടോ ഇല്ലയോ? കുറ്റാണോ തെറ്റാണോ? മേലത്തെ കയറി കയറി പോണോ? നിന്നെ എനിക്ക് പേടി. നീ എന്തപ്പുരം വന്നാ ഇവിടെ നാട്ടിലെ എന്തപ്പുരം വന്നത് ഞാനായിരുന്നില്ലേ? ഈ സ്ഥലം ഞാൻ കാശെടുത്താ ഓർക്ക് നീന്താൻ അറിയില്ല. മരുന്ന്
ചോറില്ലേ ആമുണ്ടോ എല്ലാം ഉണ്ടോ അതിനോട് കളിക്കണേ കൊണ്ടുപോകാൻ പറഞ്ഞത് കറക്റ്റ് പറഞ്ഞത് ഫോറസ്റ്റ് ഏരിയ ആണ്. കറക്റ്റ് പറഞ്ഞ ഇവിടെ വിഷപ്പാമ്പുകൾ ഒത്തിരി കൂടുതലുള്ള ഏരിയ ആണ്. നമ്മൾ വളരെ സൂക്ഷിച്ചാണ് വരുന്നത്. കുറച്ചുനേരം അവിടെ ഇരിക്കുന്നുണ്ട്, കുറച്ചുനേരം അവിടെ എത്തി. ഇങ്ങനെ കറക്റ്റായിട്ട് പോകാൻ പറ്റത്തില്ല. കല്ലിൻ്റെ കിടപ്പൊക്കെ കാണിച്ചു തരാം. കല്ലിൻ്റെ അവസ്ഥയൊക്കെ ഇതാണ്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. ഇത് നല്ല മഴയുള്ള സമയത്തൊക്കെ ഭയങ്കര ഒഴുക്കായിരിക്കും. ഇതിനകത്തൂടെ വളരെ ശക്തമായിട്ട് നമുക്ക് ഇങ്ങോട്ട് ഈ ഏരിയയിലോട്ട് പോലും വരാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പം നമുക്ക് വരാൻ പറ്റും. അങ്ങോട്ട് വരാം. അപ്പം അധികം ശക്തമായിട്ടുള്ള മഴ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. ആരും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരാൻ ശ്രമിക്കരുത്. ഇത് നമ്മുടെ ഇവിടെ സുഹൃത്തുക്കൾ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സ്പോട്ടോട്ട് ഇത്രയും ധൈര്യമായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ പിള്ളേർക്ക് ഇതുപോലെ അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫോറസ്റ്റിൻ്റെ ഇത്രയും ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ വന്നിട്ട് കണ്ട കാഴ്ച ഇവിടെ രാത്രി നൈറ്റ് ക്യാമ്പ് ഫയർ എന്ന് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ നമ്മളെല്ലാം വേറെ ആൾക്കാരൊക്കെ മുമ്പും വന്നിട്ടുണ്ട്. ടൂറിസ്റ്റ് പ്ലേസ് അല്ല, ടൂറിസ്റ്റ് പ്ലേസിന് പെർമിഷൻ കൊടുക്കത്തില്ല എന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ മെയിനായിട്ട് പാമ്പ് മൃഗങ്ങളൊക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ടാണ്. അങ്ങോട്ട് ഒത്തിരി ഉണ്ട്. ഇപ്പം നമ്മൾ ഇവിടം പോയിട്ട് നമുക്ക് നിർത്താം, നമുക്ക് അങ്ങോട്ട് പോകണ്ട. ഒരുപാട് അങ്ങനെ കാഴ്ചകൾ അങ്ങനെ ഒരുപാടുണ്ട്. ഒത്തിരി ഉള്ളിലോട്ട് കയറണ്ടെന്ന് പറഞ്ഞു. വയനാട് ഉൾക്കാടുകൾ അതെ, അങ്ങനെ കൊടുക്കണം അല്ലേ? വയനാട് ഉൾക്കാടുകൾ. വാവ്, ഒരു കണ്ണാടി കിട്ടി. കുറെ നാളായിട്ട് ഇവിടെ കിടക്കുന്നതാണ്. ആടെയാന്ന് അറിയത്തില്ല. ഇത് വലിച്ചെറിയാം. ആ പോയിന്റ് അടിപൊളി നല്ല പോയിന്റാണ്. വെള്ളം വരാം. പക്ഷെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. നല്ല അത്യാവശ്യം നല്ല ആഴമുണ്ട്. അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഓ പോട്ടെയാ? ഓക്കെ. അങ്ങോട്ടൊക്കെ നല്ല ആഴം അല്ലേ? ആ കണ്ട ആഴം കണ്ട? ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നല്ല ആഴമുണ്ട് അങ്ങോട്ട് ഉള്ളിലോട്ട്. താഴോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അവിടെ എത്താൻ കിട്ടത്തില്ലെന്ന്. അങ്ങനെ താന്ന് പോകും നമ്മള് കേട്ടാ. അങ്ങോട്ട് പോകണ്ട. അവ ഈ കരയിൽ കിടന്ന് കളിച്ചാൽ മതി. അങ്ങോട്ട് പോകണ്ട. നല്ല ആഴമുണ്ട് അവിടെ. ഇതിന്റെ മേളിലും ഇതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ പോലെ തന്നെ മേളിലും ഉണ്ട്. അങ്ങോട്ട് കയറുന്നില്ല, നമുക്ക് സമയമില്ല. തിരിച്ച് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇത് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. ഉറപ്പാണ് ഇതുപോലുള്ള സ്ഥലത്ത് ആരും വന്ന് കാണത്തില്ല. കറക്റ്റ് ഫോറസ്റ്റ് ഏരിയ, ഫുള്ള് ഫോറസ്റ്റ് ഏരിയ. പാമ്പ് മൃഗങ്ങൾ എല്ലാം ഉള്ള ഒരു ഏരിയയാണ്. അതിൻ്റെ മേളിലാണ് ഉൾക്കാടിൻ്റെ നടുക്കാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കറക്റ്റ് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ടൂറിസ്റ്റ് പ്ലേസ് അല്ല, നമ്മുടെ റിസ്കിൽ വന്നിരിക്കുന്നതാണിത്. നമുക്ക് അങ്ങോട്ടൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ തിരിച്ച് മലയിറങ്ങി നമ്മൾ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് എത്തുക എന്ന് പറയുന്നത് ചില്ലറക്കാരുമില്ല. അത്ര വെച്ച് ടാസ്ക് പിടിച്ചുള്ള വഴിയാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചൊരു വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവർ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കയറട്ടെ. വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. എന്ത് പറ്റി? എന്തോ കുത്തി കയറിയത്? മറ്റേ ആട്ടാമ്പുഴുവല്ലോ ആണോ? ഉപ്പിച്ചില്ലല്ലേ? എൻ്റെ മേളിൽ നിന്നൊക്കെ വരുന്നതല്ലേ, നോക്കണ്ടേ, ശ്രദ്ധിക്കണ്ടേ? എവിടുന്ന് ഇപ്പം അവിടുന്ന് കയറാ? നെക്ക് നന്നായിട്ട് കിഴിഞ്ഞു പറഞ്ഞിട്ടല്ലോ. എടാ നഹോള ഒരാൾ വന്ന് വെച്ചിക്കേ. ഈ സഭ എങ്ങനെ മലേന്റെ തിരിച്ചു കയറും? സവാനെ പൊക്കിക്കൊണ്ട് പോകേണ്ട വരുമോ? അയ്യോ, നല്ലപോലെ ഞാൻ പിടിക്കാം. ഇതിങ്ങനെ തള്ളിപ്പിടിച്ചേ. തള്ളിപ്പിടിച്ചേ. ഇല്ല എനിക്ക് എന്തില്ലേ വേറെ എന്തെങ്കിലും വേണോളോ? നിക്ക് ഇത് നല്ലോണോ? നോടെ എങ്ങനെയാ കീറിയിരിക്കുന്നത്? എന്തോ കിഴിഞ്ഞെന്തോ കയറിയിരിക്കുമല്ലേ?
ഓ ഈ ചരിഞ്ഞു കയറിയിരിക്കുവാ കയറാൻ പറ്റുന്നില്ല. പിച്ചാത്തിയ വെട്ടുകത്തിയ എല്ലാം വേണം. എന്നാലും ആ അത്യാവശ്യം ഉണ്ട്, പക്ഷെ എന്നാലും വരുന്നുണ്ട്. അതിങ്ങനെ വളഞ്ഞിരിക്കും എന്തോ. ചൂണ്ട കൊളുത്ത് പോലെ മാംസത്തിൽ ഉടക്കിയിരിക്കുവോ അത്. അല്ലെങ്കിൽ നഹമ്പട്ടി വേണം. മല കയറാൻ പറ്റുമോ ഇപ്പൊ? കറക്റ്റ് കുപ്പിച്ചിൽ എന്താണ്ടേ അല്ലേ കയറിയിരിക്കുന്നത്? എവിടുന്ന് കയറിയതാ ഇത്? ഞാൻ പറയട്ടെ, ഇവിടെ ക്ലിനിക്ക് എവിടാ? ഇനി അവ മല കയറി അപ്പുറം പറയണ്ടേ, വണ്ടീൻ്റെ അവിടെ പറയണ്ടേ? ഒരു കാര്യം ചെയ്യാം. ഇക്കാ ബിയറിന് ഉപ്പി കിടക്കുന്നുണ്ട്, അത് അടിച്ചു പൊട്ടിച്ചാലാ? വന്നാ സഭാക്ക് അറിയാൻ പറ്റുമല്ലോ ഉണ്ടായില്ലേന്ന്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല ഇങ്ങോട്ടൊക്കെ വരണം, ഇതുപോലുള്ള സ്ഥലത്ത് വരണമെന്നൊക്കെ. ഇത് നമ്മളിവിടെ ലോക്കൽ സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടും ഇവർ വരുന്ന ഏരിയകളായതുകൊണ്ടാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് ഇങ്ങോട്ടൊക്കെ വന്നത്. ഇപ്പം അത് മാത്രമല്ല, ഇപ്പം ഇറങ്ങുവാണ്. ഇപ്പോൾ ആനയൊക്കെ ഇറങ്ങി വരുന്ന ടൈം. അത് മാത്രമല്ല പുലി ഒക്കെ ഉള്ള ഏരിയ. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം വരെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് എങ്ങനെയും ഇവിടുന്ന് തെറിക്കാം. ഇതിലല്ലേ ഇറങ്ങി വന്നാ? സവാല നോക്കണേ, സവാക്ക് കാലുകുത്താൻ പറ്റത്തില്ല. ഇപ്പം തന്നെ ഈ വീഡിയോ എടുക്കുന്ന ഒരു ഇതായി. ചെറിയൊരു അപകടം വന്നപ്പോൾ പോലും കണ്ട. നമുക്ക് പോവാൻ ഇനി ഒത്തിരി നടക്കാനുണ്ട് അങ്ങോട്ട്. ഇവിടുന്ന് ഇറങ്ങാൻ പറ്റും. അല്ല ഇങ്ങനെ ഇറങ്ങി ഇതിലിറങ്ങ് നോക്കിയിറങ്ങ്. ജീവിതത്തിൽ ചെറിയ വെള്ളച്ചാട്ടം വലിയ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെ വരുന്നത്. വീഡിയോ എടുത്തിട്ടുണ്ട്. കാലിലെന്താ കുപ്പിച്ചില്ല എന്തുവാ കയറ്റിയിരിക്കുന്നത്? കമ്പ എന്താണ്ടാ കയറിയിരിക്കുന്നത്? പിന്നൊന്നുമില്ല, നമുക്ക് അവിടെ ലെവല് കയറാം. മറ്റേ പോകുന്ന വഴിയേ ചെറിയ ക്ലിനിക്കുകളുടെ കയറാം. കാണും, പിന്നെ എവിടെയും കാണും. അതിലിറങ്ങണം. തെന്നും ഇങ്ങോട്ട് വാ, ഇതിന് വാ. നോക്കുക വാ. എല്ലാരും വരുന്നുണ്ട് കറക്റ്റായിട്ട്. അതെന്തായാലും പിച്ചിട്ട് വരുന്നില്ല. എന്തായാലും ഇന്ന് വളഞ്ഞിരിക്കുവാടോ. കമ്പെന്താണ്ടാ എന്റെ ചൂണ്ടക്കുളത്ത് പോലെ എന്തോ സാധനമാ. നല്ല തണുപ്പല്ലേ പാർക്കൊക്കെ? എടോ ആന ഒറ്റക്കൊന്നും നിക്കല്ലേ, പറഞ്ഞിട്ടില്ലേ? ആനയും പുലിയൊക്കെ വരുന്ന ഒറ്റക്ക് നിക്കല്ലേന്ന്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്നാണ് നമുക്ക് മേലോട്ട് അങ്ങനെ കയറി പോകേണ്ടത്. എന്റെ മുന്നേ ഞാൻ കയറി ശരിയായില്ല. നോക്കി കയറിയ പിടുത്തം കിട്ടത്തില്ലേ? എനിക്ക് ഞാൻ കൈ തരാം. എനിക്ക് തന്നെ പിടുത്തം കിട്ടുന്നില്ല. റേഞ്ച് കിട്ടിയല്ലേ? വേറെ ആൾക്കാരെ കയറുന്ന വഴി ഇതൊക്കെ. എൻ്റെ പൊന്നെ, താഴോട്ട് കണ്ട ഇങ്ങനെ കൊക്ക പോലെ അങ്ങോട്ട് പോവുക. കയറാൻ പറ്റുന്നില്ലല്ലേ? എൻ്റെ കാലിലെന്തോ കുത്തി കയറി. വാ കുക്കൂനെങ്ങനെ താങ്ങ്. വാ കുറച്ചുകൂടെ ഉള്ളു. വാ ഗതമൊക്കെ മാറിയിട്ട് വഴി നടന്നു വാ. കുറച്ചു കൊണ്ട് ആനയൊക്കെ വരുന്നു, ആനയും പുലിയൊക്കെ വരുന്ന. ഒറ്റക്കൊറ്റക്ക് വരാൻ പറ്റില്ല. അതാ നിങ്ങൾ കൂട്ടായിട്ട് വരാൻ പറഞ്ഞത്. ആനയും പുലി എന്തോന്നു പറഞ്ഞാൽ ഇത് അല്ല. എൻ്റെ ചെരുപ്പ് സഭാക്ക് കൊടുത്തു. സഭാന്റെ കാല് കയറിയിരിക്കുമല്ലേ? എൻ്റെ കാലിൽ എന്താ കുത്തു. നോക്കണം ഇപ്പൊ എന്ത് ചെയ്യാൻ. സഭാന്റെ കാലിൽ നോക്കാം. എൻ്റെ കാലിൽ എന്താ കുത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പയ്യൻ്റെ കാല് മുറിക്കാൻ ഇവിടെ കാല് മുറിക്കാനല്ല, എന്താ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കാലില് ഹോസ്പിറ്റലിലെത്തി. താനിവിടെ കിടക്കുമ്പോ ബാക്കിയുള്ളവരോടൊപ്പം ചായയും ചിക്കനൊക്കെ മേടിക്കുന്നത്. ഇങ്ങനെ ഇതേപോലെ അഡ്വഞ്ചർ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോവുക. തീർച്ചയായിട്ടും ഇനി പോകരുത്. ഈ ഒരു ചെറിയ കാലെന്തായാലും റെഡിയായിട്ടുണ്ട്. സവാന രണ്ട് അത്യാവശ്യം നീളമുള്ള പിച്ചില് കഷ്ണമാണ് കയറിയത്. എങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല. എന്തായാലും എടുത്തപ്പോൾ ഒരു ആശ്വാസം കിട്ടിയ സവാക്ക്. എന്തായാലും അതും കഴിഞ്ഞ് നമുക്ക് വെച്ചോ ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. അടുത്ത് തന്നെ ചായയും കുടിച്ചോണ്ടിരിക്കുകയാണ്.
ഇപ്പൊ വേറെ എവിടെയും കയറുന്നില്ലല്ലോ, നമ്മൾ നേരത്തെ അങ്ങോട്ടല്ലേ. അപ്പം ഇനിയിപ്പോൾ വേറെ എവിടെയും കയറുന്നില്ല. അപ്പോൾ കാലും വൈ ഒരാൾക്ക് ആളെയും കൊണ്ട് നേരം റൂമിൽ പോകണം. ഇത് ബാക്കി നാളെ ഉള്ളു. എന്നാലും നമുക്ക് നേരെ ഇനി റൂമിലോട്ട് പോകാം. ഇവിടുന്ന് ചെറിയൊരു ടൗൺ ആണ്. ബാക്കിയുള്ളവർ ചിക്കൻ മേടിക്കാനൊക്കെ വേണ്ടി പോയിട്ടുണ്ട്, നൈറ്റുള്ള പരിപാടിക്കുള്ള. അതാ നോക്കട്ടെ. ചിക്കൻ സാധനമൊക്കെ മേടിക്കാൻ പോയി. കുറച്ച് പേര് മെഡിക്കൽ സ്റ്റോറിൽ പോയിരിക്കും, തൊണ്ടവേദനയായിട്ടുള്ള എന്നെ പോലെ തൊണ്ടവേദനയുള്ള ആൾക്കാർ മെഡിക്കൽ സ്റ്റോറിൽ പോയിരിക്കുന്നു. ബാക്കിയുള്ളവർ ഇങ്ങനെ ചായയൊക്കെ കുടിക്കുന്നു അവിടെ ഇവിടെ നിന്നൊക്കെ. വണ്ടി ഇവിടെ തന്നെ നടക്കുന്നുണ്ട്. നമുക്ക് പോകേണ്ടത് അങ്ങോട്ടാണ്. നമുക്ക് നല്ല റൂമിലോട്ട് പോവാം. ചിക്കൻ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ പലചരക്കടയിൽ വന്ന് കനലും മേടിച്ച് പിന്നെ ആവശ്യമുള്ള പച്ചക്കറി സാധനങ്ങളായിരിക്കും. എനിക്ക് തോന്നുന്നു 5 റൈസും ചിക്കൻ ആണെന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് നൈറ്റ്. അതാണ് ഇന്നത്തെ പ്ലാൻ കണ്ടിട്ട്. അപ്പം അതും കൂടെ വെച്ച് നേരെ വണ്ടി കയറ്റി വെച്ചിട്ട് നേരെ റൂമിലോട്ട്. രാത്രിത്തുള്ള പരിപാടിക്കുള്ള സവാളയും ചിക്കനെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. മസാലയൊക്കെ നേരത്തെ സെറ്റാക്കിക്കൊണ്ട് അല്ലേ, ഇത്ര മണി കുറഞ്ഞിട്ട് ചിക്കൻ വകഞ്ഞിട്ട് മസാല പിടിക്കാൻ മാറ്റി വെക്കണം അല്ലേ. ഓക്കെ. പരിപാടി എന്താന്ന് പറഞ്ഞാൽ അവിടെ ഗാനമേള നടക്കുന്നു. ഇവിടെ ചീട്ടുകളി നടക്കുന്നു. സബാനപ്പ വിളിക്കാൻ പറഞ്ഞു. സബാ സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ കരോക്കെ നടക്കുന്നത്. പാടുന്നുണ്ടോ? വാ സബാ, കരോക്ക നടക്കുന്നു താഴെ. വരുന്നാ? വാ. നമുക്കിനി കിച്ചണിൽ എന്താ പരിപാടി നോക്കാം. കിച്ചണിലെ പരിപാടികൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. വേറെ എന്തൊക്കെയാണോ ഇങ്ങനെ കിടക്കുന്നെന്താ? തല കറക്കോ? ഓക്കെ ഓക്കെ. എനിക്ക് ഇച്ചിരി കുറവന്നേ ഉള്ളു. ഇവിടെ കഴിഞ്ഞില്ലേ? ഇതെന്താ പരിപാടി? അറിയാ ഇത് കനലില് ചെയ്യാനുള്ളത്. കറക്കിതാ. ചാറ് വേണ്ടുള്ളവർക്ക് അതല്ലേ. ഓക്കെ. വേറെ ആരും ഇല്ല അടുക്കളയില്? മറ്റേ ചെയ്യുന്നില്ല അരിന്റെ? ഫൈവ് റൈസ് അല്ലേ ചെയ്യുന്ന? ചപ്പാത്തി ഉണ്ടോ? അതാണോ? നാളെയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. സാധനങ്ങളൊക്കെ മേടിക്കുന്നതുകൊണ്ട് വെച്ചതാ. പുറത്ത് ഭയങ്കര ഗാനമേള. എല്ലാരും മാറി ഇതിന്റെ പാടുവാണ്. ജസീറിക്കാണ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ആളെ പാടും. അവിടെ ചീട്ടുകളി തകർത്ത് നടന്നുകൊണ്ടിരിക്കുവാണ്. നൈറ്റ് വീടിന്റെ വ്യൂ കണ്ടിട്ടില്ലല്ലോ. പിന്നെ ചെവിന്റെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാറ്റും തണുത്തതും കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ അടുത്ത ആളിലോട്ട് കൈമാറ്റം ചെയ്തിരിക്കുന്നത്. അടുത്ത ആൾ പാടാൻ പോവാണ്. ഇങ്ങനെ മാറിയും തിരിഞ്ഞും മാറും. അതുപോലെ തന്നെ ഡ്രൈവറുണ്ട്. ഡ്രൈവർ ചീട്ട് കളിക്കുന്നതിനോട് ഇരിക്കുന്നു. ഡ്രൈവറും കയറി പാട്ട് പാടും. ഞാൻ പാടത്തില്ല കേട്ടോ. ഗ്രില്ലിന്റെ പരിപാടി അല്ലേ? ഓക്കെ ഓക്കെ. ഇതിന്റെ അത് വെക്കുന്ന മറ്റേ ഗ്രില്ലുണ്ടോ മേളിലൊക്കെ? ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. അത് നമ്മൾ അവിടെ നിന്ന് മേടിച്ചത്. പുറത്തെ പ്രോഡക്റ്റ് ആണല്ലോ. അതല്ലേ ഗ്രില്ല അതിന്റെ? ഓക്കെ. എന്നാ കാണാല്ലേ അതിനകത്ത്? ഫുൾ സെറ്റപ്പാ. ഇത്ര ഹൈറ്റ് വേണം? കുറച്ചുകൊണ്ട് ഹൈറ്റ് കുറക്കാൻ പറ്റുമോ? ഇതാണല്ല കഴുകണ്ട, മൊത്തം തുടക്കണം. കനല് സെറ്റ് ആയല്ലേ? അയ്യവാ നമുക്ക് ഗ്രില്ലുള്ള സെറ്റപ്പ്. മസാല കണ്ണാട്ട് പിടിച്ചിരിക്കുവോ? പട്ടുടുത്ത് മുന്നിൽ വന്ന പെണ്ണെ, നീ മുത്തുമാല കോർത്തു വെച്ചതാക്കു വേണ്ടി, സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത കൽവിൽ നീ ഇഷ്ടമാകെ കാത്തു വെച്ചതാക്കു വേണ്ടി. ചൊല്ലു റജില
നമ്മുടെ ഭക്ഷണമായിട്ടുണ്ട്. നമുക്ക് എടാ എന്റെ ഇവിടെ അതേണ്ടിരിക്കുന്നു അത് കൊണ്ടുവന്നേക്ക്. അപ്പൊ ഞാൻ എടുത്ത് വെച്ചോടാ. എന്റെ അപ്പത്തെ മതിയേ. ആ വേറെ എന്റെ ചെറിയ പീസ് ഒന്നും ഇല്ല. ഇതാണ് എന്റെ പീസ്, ചെറിയ പീസ്. മനസ്സിലായി, അത് കുഴപ്പമില്ല. ഓക്കെ, എല്ലാവർക്കും എടാ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ മേളിലാണോ? അവരൊക്കെ വിളിക്കട്ടാ. വാവ്, സൂപ്പർ. സൂപ്പറായിട്ടുണ്ട്. കറിയും കൊള്ളാം, ചിക്കനും കൊള്ളാം. ആവശ്യത്തിന് വന്നിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു. ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ അല്ല, നാളത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് ഉടനെ വരാം. ഇനിയിപ്പോൾ കഴിച്ചിട്ട് ഉടനെ കിടക്കുകയാണ്. നാളത്തെ വീഡിയോ നാളെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിയായിട്ട് ഇട്ട് വരാം. ഓക്കെ, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് തന്നെ വീഡിയോ അറിയാമല്ലോ, ഭയങ്കര ലെങ്തായി പോകും. അതുകൊണ്ട് ലെങ്ത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയാണ് പാർട്ടായിട്ട് ഇടുന്നത്. അപ്പം എന്നാലും ടൂറിൻ്റെ അടുത്ത വിശേഷം അടുത്ത വീഡിയോ കാണാം. ഓക്കെ.